മലയാളികളുടെ എല്ലാം ഒരു സ്വകാര്യ അഹങ്കാരമാണ് മോഹൻലാൽ. മോഹൻലാലിൽ നിന്ന് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചിരിക്കുന്നു. എന്താണ് പറയാനുള്ളത്? മോഹൻലാലിന് ഇപ്പോഴേ കിട്ടി എന്ന് പറയുമ്പോഴത്താണ് നമ്മൾ അതിൻ്റെ ഒരു പ്രത്യേകത സവിശേഷതയൊക്കെ അതിനകത്തെ പൊളിറ്റിക്സും നമ്മൾ പരിശോധിക്കേണ്ടത്. ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ഇദ്ദേഹത്തിന് കിട്ടുമ്പോൾ അത് കിട്ടാൻ അദ്ദേഹത്തിന് യോഗ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ മോഹൻലാലിൻ്റെ യോഗ്യതയെക്കുറിച്ച് നമുക്ക് ആർക്കും സംശയമില്ല. ഒരു ബോൺ ആക്ടറാണ്. ഇപ്പം മുണ്ടക്കൈ ചുരൽമലയിൽ അദ്ദേഹം പോയപ്പം കൂടെ മേജർ രവി പോകുന്നു. മേജർ രവി ആരാ? ബി ജെ പിയുടെ പിന്നെ സംസ്ഥാന ഭാരവാഹിയാണ്. ഇതിന് പിന്നിൽ പൊളിറ്റിക്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. മോഹൻലാലിനെ ആ രീതിയിൽ അറ്റാക്ക് ചെയ്യാനുള്ള ശ്രമം ഒരു ദിവസം നടക്കുകയും പിന്നെ പൃഥ്വിരാജിൻ്റെ മറ്റേ സിനിമ വന്നപ്പോൾ ഉണ്ടായിട്ടുള്ള വിവാദങ്ങൾ. രാജൻഭായ് നമസ്കാരം. നമസ്കാരം. രാജൻഭായ്, മലയാളികളുടെ എല്ലാം ഒരു സ്വകാര്യ അഹങ്കാരമാണ് മോഹൻലാൽ. മോഹൻലാലിൽ നിന്ന് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചിരിക്കുന്നു. എന്താണ് പറയാനുള്ളത്? എല്ലാ മലയാളികളെയും കൂട്ടുണ്ട് ഒരാൾ ഒഴിവുണ്ട്. ഞാൻ ഒഴിവാണ്, ഒഴിവാക്കിയിരിക്കുന്നത്. അങ്ങനെ എല്ലാ മനുഷ്യരും എൻ്റെ സ്വകാര്യ അഹങ്കാരങ്ങളിലൊന്നാണ്. കൂട്ടത്തിൽ മോഹൻലാലും പെടുന്നുള്ളൂ എന്നുള്ളതാണ്. അത് പറമ്പിൽ കളിക്കുന്നവനും ആഗ്രഹി പറക്കുന്നവനും ഒക്കെ. സിനിമയുടെ ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ 1895 ലൂമിയർ സഹോദരന്മാരാണ് സിനിമ തുടങ്ങുന്നത്. ആദ്യമായിട്ട് സിനിമ എന്ന് പറയുന്നത് അന്നത്തെ സംവിധാനം വെച്ചിട്ടുള്ള ചെറിയൊരു രീതിയിൽ ഒരടച്ചിട്ട റൂമിനകത്ത് പിന്നെ ഒരു പ്രൊജക്ടർ വെച്ചിട്ട് ചെയ്യുകയാണ്. സിനിമയുടെ ചരിത്രം എടുത്ത് നോക്കുമ്പോൾ ദാദാ സാഹിബ് ഫാൽക്കെ എന്ന് പറയുന്നത് ഒരു അത്ഭുത മനുഷ്യനായിരുന്നു. ഇന്ത്യൻ സിനിമയുടെ പിതാവെന്ന് വേണമെങ്കിൽ പറയാം. കേരളത്തിനകത്ത് വരുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത് വിഗതകുമാരനാണ്. ജെസി ദാനിയലിൻ്റെ 1928 അദ്ദേഹം സംവിധാനം ചെയ്ത നിശബ്ദ ചിത്രമാണ്. അന്ന് പിന്നെ ശബ്ദമില്ല, ഈ ആക്ഷൻ മാത്രമേ ഉള്ളൂ. ആ ജെസി ദാനിയലിൻ്റെ വിഗതകുമാരൻ എന്ന സിനിമയുടെ ഇതിവൃത്തം ആസ്പദമാക്കിയിട്ടാണ് പിന്നീട് 2011 തോന്നുന്നു കമൽ സംവിധാനം ചെയ്ത കലൈഡോസ്കോപ്പ് എന്ന് പറയുന്ന സിനിമ വരുന്നത്. നമ്മുടെ പൃഥ്വിരാജൊക്കെ നായകനായിട്ടൊക്കെയുള്ള കലൈഡോസ്കോപ്പ് വരുന്നത്. പിന്നീട് മലയാള സിനിമയുടെ ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ മലയാള സിനിമയ്ക്കകത്ത് ബാലൻ എന്ന് പറയുന്ന സിനിമയ്ക്കകത്താണ് ശബ്ദം വരുന്നത്. ആദ്യമായിട്ട് ശബ്ദമുള്ള, മറ്റതെല്ലാം നിശബ്ദ ചിത്രങ്ങളായിരുന്നു. ഇത് അന്നും എല്ലാം സ്റ്റുഡിയോയ്ക്കകത്താണ്. ഈ ഔട്ട്ഡോർ സിനിമകൾ വരുന്നത് PN മേനോൻ്റെ ഓളവും തീരത്തോടും കൂടിയിട്ടാണ് ഈ ഔട്ട്ഡോർ സിനിമകൾ വരുന്നത്. ദാദാ സാഹിബ് ഫാൽക്കെ എന്ന് പറയുമ്പോൾ അദ്ദേഹം ശരിക്കും ചലച്ചിത്ര നിർമ്മാതാവായിരുന്നു, സംവിധായകനായിരുന്നു, തിരക്കഥാകൃത്തായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് ദുന്തിരാജ് ഗോവിന്ദ് ഫാൽക്കെ എന്നുള്ളതാണ്. 1870 തൊട്ട് 44 വരെയാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. സത്യവാൻ സാവിത്രി തുടങ്ങിയിട്ടുള്ള ആ കാലത്തെ ഏറ്റവും വലിയ ഹിറ്റ് സിനിമകൾ മുഴുവൻ അദ്ദേഹത്തിൻ്റെ ആയിരുന്നു. ഹിറ്റ് സിനിമകൾ നല്ല അദ്ദേഹമാണ് സിനിമ എടുത്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം 73 വയസ്സിലാണ് 44 മരിക്കുന്നത്. 2 വിവാഹം കഴിച്ചിട്ടുണ്ട്. 1969 ഭാരത സർക്കാർ ഇദ്ദേഹത്തെ ദാദാ സാഹിബ് ഫാൽക്കെയെ പിന്നെ ആദരിച്ചുകൊണ്ട് ചലച്ചിത്ര മേഖലയിലെ ആജീവനാന്ത സംഭാവനയ്ക്കുള്ള ഏറ്റവും മികച്ച പുരസ്കാരം, ഇപ്പോൾ ഭാരതരത്ന കൊടുക്കുന്നത് പോലെ അതിന് തത്തുല്യമായി ചലച്ചിത്ര മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും ഉയർന്ന പുരസ്കാരമാണ് ദാദാ സാഹിബ് പുരസ്കാരം. അത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ആജീവനാന്ത സംഭാവനയ്ക്കുള്ള പുരസ്കാരമാണ്. ആജീവനാന്ത സംഭാവനയ്ക്കുള്ള പുരസ്കാരം മമ്മൂട്ടിയേക്കാൾ ഏകദേശം 10 വയസ്സോളം കുറവുള്ള മോഹൻലാലിന് ഇപ്പോഴേ കിട്ടി എന്ന് പറയുമ്പോഴത്താണ് നമ്മൾ അതിൻ്റെ ഒരു പ്രത്യേകത സവിശേഷതയൊക്കെ അതിനകത്തെ പൊളിറ്റിക്സും നമ്മൾ പരിശോധിക്കേണ്ടത്. അപ്പം ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ഇദ്ദേഹത്തിന് കിട്ടുമ്പോൾ അത് കിട്ടാൻ അദ്ദേഹത്തിന് യോഗ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ മോഹൻലാലിൻ്റെ യോഗ്യതയെക്കുറിച്ച് നമുക്ക് ആർക്കും സംശയമില്ല. ഒരു ബോൺ ആക്ടറാണ്. അതേസമയം തന്നെ നമ്മൾ ആലോചിക്കേണ്ടത് ഇപ്പം രഞ്ജിനി ഹരിദാസിനെ നമ്മളൊക്കെ അറിയുന്ന എങ്ങനെയായിരുന്നു? ഒരു അവതാരികയായിട്ടായിരുന്നു. ഏഷ്യാനെറ്റിലെ ഐഡിയ സ്റ്റാർ സിംഗറിൻ്റെ അവതാരകം എന്നുള്ള രീതിയിലാണ് കൂടുതൽ അറിയപ്പെട്ടത്. പക്ഷേ ഇപ്പോഴത്തെ തലമുറയോട് രഞ്ജിനി ഹരിദാസിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അത് പട്ടിയെ സംരക്ഷിക്കുന്ന ആൻറ്റിയല്ലേ എന്ന് ചോദിക്കും. കാരണം അവർക്ക് അറിയത്തില്ല. 10 വർഷം കൂടെ കഴിയുമ്പോൾ അവരങ്ങനെ ആയിരിക്കും അറിയപ്പെടുന്നത്. അതേപോലെ തന്നെ ഇപ്പം KM ഷാജഹാൻ BS അച്യുതാനന്ദൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹത്തെ നമ്മളൊക്കെ കാണുന്നത് VSൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്ത് പ്രവർത്തിച്ചിരുന്ന ഒരാളെന്നാണ്. അതേസമയം ഇപ്പോഴത്തെ തലമുറയിൽപ്പെട്ട പുതിയ പിള്ളേരോട് 10, 20, 25 വയസ്സ് 30 വയസ്സിന് താഴെയുള്ള പിള്ളേരോട് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ യൂട്യൂബിൽ എന്തൊക്കെയോ വിളിച്ചു പറയുന്ന ആളാണെന്ന് പറയും. ഇത് ഞാൻ പറയുന്നത് ആളുകളെ കുറച്ച് കഴിയുമ്പോൾ ആൾക്കാർക്ക് തിരിച്ചറിയാതിരിക്കും. ഇപ്പം ഇദ്ദേഹത്തിന് പിന്നെ ഇപ്പം മുണ്ടക്കൈ ചൂരൽമലയിലൊക്കെ വന്നപ്പോൾ ഇദ്ദേഹം ടെറിട്ടോറിയൽ ആർമിയിലൊക്കെയാണല്ലോ അങ്ങനത്തെ പദവി കൊടുത്തിട്ടുണ്ട്. അത് ആർമിയുടെ ഒരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ യൂണിഫോം ഇട്ട് പോയപ്പം മേജർ രവി കൂടെ യൂണിഫോം ഇട്ട് പോയി എന്നൊക്കെ പറയുന്ന പോലെ അപ്പം അങ്ങനെയാണ് നിൽക്കുന്നത്. പക്ഷേ ഇദ്ദേഹം മുഖ്യമന്ത്രി പിണറായി വിജയനുമായിട്ട് വളരെ നല്ല ആത്മബന്ധം സൂക്ഷിക്കുകയും മോഹൻലാൽ ഒരു നല്ല മനുഷ്യനുണ്ട്. ആസ് എ പാരന്റ് ആരെയും വെറുപ്പിക്കാത്തൊരു മനുഷ്യനാണ്. ഇടയ്ക്ക് അസയൊക്കെ എഴുതും ഫേസ്ബുക്കിൽ, അതാരും എഴുതി കൊടുക്കുന്ന കരുത്തില്ല. അതുകൂടെ തന്നെ ഒരു മാധ്യമ പ്രവർത്തകനുമായിട്ട് ഈ ഇടയ്ക്കത്തെ കാലത്ത് ഒരു ചെറിയ അസ്വസ്ഥത ഉണ്ടായിരുന്നല്ലോ. ഞാൻ നിന്നെ നോക്കി വെച്ചിട്ടുണ്ട് എന്നൊരു ഡയലോഗ് വന്നായിരുന്നു. അപ്പോൾ അന്ന് രാത്രി തന്നെ ഈ മാധ്യമപ്രവർത്തകൻ മോഹൻലാലിനെ വിളിക്കുകയും മോനെ ഞാനത് വിട്ട് കളഞ്ഞു എന്നൊക്കെ പറയുന്നത് ശ്രദ്ധിച്ചിരുന്നോ? മോഹൻലാലിനെ ശ്രദ്ധിച്ചിട്ടുള്ള ഫ്ലെക്സിബിലിറ്റി. കാരണം പലപ്പോഴും ഇപ്പം മമ്മൂട്ടി ക്ഷിപ്രകോപിയ. കാരണം അവരെ കുറ്റമൊട്ടുകയില്ല. ഞാനും CBI സ്ഥാനത്തിരിക്കുകയാണെങ്കിൽ സ്വസ്ഥതയില്ല, പ്രൈവസി ഇല്ല. മമ്മൂട്ടി എവിടെയോ പോയിട്ട് പിന്നെ പോകുമ്പോൾ മമ്മൂട്ടിയുടെ വണ്ടിയിലോട്ട് വലിഞ്ഞു കയറാൻ മമ്മൂട്ടി കൈവീശി ഒരെണ്ണം കൊടുത്തു. നമ്മളാണെങ്കിൽ കൊടുത്തു പോകും. കാരണം സെലിബ്രിറ്റി ഇമേജ് ഒരു ഘട്ടം വരെ ആസ്വദിക്കും.
പ്രൈവസി ഇല്ലാതാവുന്നത്. അതുകൊണ്ടാണ് നമ്മളെ ക്രിക്കറ്റ് താരം വിരാട് കോഹ്ലി ലണ്ടനിൽ പോയി താമസിക്കുന്നത്. അവിടെ ആകുമ്പോൾ അവർക്ക് റോട്ടിലിറങ്ങി നടക്കുക, തട്ടുകളെ പോയിട്ട് ചായ കുടിക്കുക, ഇവിടെ നടക്കുമോ, ഇന്ത്യയിൽ നടക്കുമോ, എവിടെ പോയാലും ജനം പൊതിയുക, പ്രൈവസി ഇല്ല. ഈ മോഹൻലാലിന് കേന്ദ്ര സർക്കാർ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് നൽകുന്നതിലൂടെ 2026 ഇപ്പോൾ കേരളത്തിൽ നിയമസഭാ ഇലക്ഷൻ നടക്കാൻ പോവുകയാണ്. എന്തെങ്കിലും ഒരു ഗൂഢലക്ഷ്യം ഉണ്ടോ? അല്ല, അതിൻ്റെ പിന്നിലേക്കുള്ള ഗൂഢലക്ഷ്യത്തിലേക്കാണ് ഞാൻ വരുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇപ്പം മുണ്ടക്കേശ്വരൽ മലയിൽ അദ്ദേഹം പോയപ്പം കൂടെ മേജർ രവി പോകുന്നു. മേജർ രവി ആരാ? ബി ജെ പിയുടെ പിന്നെ സംസ്ഥാന ഭാരവാഹിയാണ്. ഇപ്പം ഭാരവാഹിത്വത്തിൽ നിന്ന് പോയോന്ന് ബി ജെ പി അനുഭാവി. ഞാൻ പറഞ്ഞു വന്നത് രഞ്ജിനി ഹരിദാസിൻ്റെയും ഇവരുടെയൊക്കെ ഉദാഹരണം ഞാൻ പറഞ്ഞു വന്നത്, കെ എം ഷാജഹാന്റെ ഉദാഹരണം പറഞ്ഞു വന്നത്, മോഹൻലാലിനെ ഇപ്പോഴത്തെ പിള്ളേരോട് മോഹൻലാൽ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോഹൻലാലിൻ്റെ പിന്നെ കിരീടം സിനിമ അവർക്കറിയത്തില്ല, മോഹൻലാലിൻ്റെ ഭരതം സിനിമ അവർക്കറിയത്തില്ല, മോഹൻലാലിൻ്റെ കമലദളം സിനിമ അവർക്കറിയത്തില്ല. പിന്നെ ഒരു 10-20 വയസ്സുള്ള പിള്ളേരോട് ചോദിച്ചാൽ അവർക്ക് പുലിമുരുകൻ അഭിനയം അറിയുന്നത്, അങ്ങനെയുള്ള ഒരു അതിമാനുഷിക കഥാപാത്രം അറിയുന്നത്. ഇപ്പോഴത്തെ പിള്ളേരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം 5-10 വയസ്സുള്ള കൊച്ചിനോട് ചോദിച്ചു കഴിഞ്ഞാൽ മോഹൻലാൽ ആരാന്ന് വെച്ചാൽ ബിഗ് ബോസിലെ അവതാരകനാന്ന് പറയും. ബെൻസ് എന്ന് പറയുന്നവരുണ്ട് ഇദ്ദേഹത്തെ. പക്ഷെ പൊതുവിൽ സമൂഹം കുറച്ചുകൂടെ കഴിയുമ്പോൾ ചിലപ്പോൾ അറിയപ്പെടുക ബിഗ് ബോസിന്റെ അവതാരകനായിട്ട് പിന്നെ അറിയപ്പെടേണ്ടി വരുന്ന ഒരു ഗതികളിലേക്ക് മോഹൻലാൽ എത്തിപ്പോകരുത് എന്നുള്ളതാണ് എൻ്റെ റിക്വസ്റ്റ്. അത് മാത്രമാണ് നമുക്ക് മോഹൻലാലിനോടുള്ള ഏക വിയോജിപ്പ്. ഇതിനു മുമ്പ് ഇത് കിട്ടിയിട്ടുള്ളത് അടൂർ ഗോപാലകൃഷ്ണനാണ്. അത് പിന്നെ 1969 നമ്മൾ തുടങ്ങിയതെന്ന് പറഞ്ഞു. ഇത് തുടങ്ങിയിട്ട് പിന്നെ അടൂർ ഗോപാലകൃഷ്ണൻ ഇത് കിട്ടുന്നത് 2004. ഈ അവാർഡ് തുടങ്ങി ഏകദേശം 35 വർഷങ്ങൾക്ക് ശേഷമാണ് ആദ്യമായിട്ടൊരു മലയാളിക്ക് കിട്ടുന്നത്. അതിനുശേഷം പിന്നെ 2004 ശേഷം 21 വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും നമുക്ക് കിട്ടുന്നത്. അപ്പം അതായത് 69 തുടങ്ങി എന്ന് പറയുമ്പം 31, 25, 56 വർഷങ്ങൾക്കിടയിൽ നമുക്ക് 2 എണ്ണമാണ് കിട്ടുന്നത്. അതൊന്ന് അടൂർ ഗോപാലകൃഷ്ണനും ഒന്ന് മോഹൻലാൽ. രണ്ടുപേരും അതിന് അയോഗ്യരാണ് എന്നൊരു അഭിപ്രായം നമുക്കില്ല. രണ്ടുപേരുടെ യോഗ്യതയെക്കുറിച്ച് സംശയവുമില്ല. 78 ഇദ്ദേഹം മലയാള സിനിമയിലേക്ക് വരുന്നത്. 78 വരുമ്പോൾ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലെ വില്ലൻ കഥാപാത്രത്തിലൂടെ വരുന്നു. പിന്നീട് വില്ലൻ കഥാപാത്രങ്ങൾ കുറച്ചേറെ ചെയ്യുന്ന സമയത്ത് ശ്രീനിവാസൻ പറഞ്ഞൊരു കാര്യമുണ്ട്. അന്ന് സ്റ്റുഡിയോയിലാണല്ലോ കൂടുതലും ചിത്രീകരണങ്ങൾ നടക്കുന്നത്. പിന്നെ മമ്മൂട്ടി നല്ല ബന്ധമാണല്ലോ. എടാ ഇവൻ എനിക്കൊരു പാരയാവുമല്ലോ എന്ന് പറഞ്ഞന്ന്. മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം ഹാർഡ് വർക്ക് ചെയ്യുന്നൊരു അഭിനേതാവാണ്. മോഹൻലാൽ എന്ന് പറഞ്ഞാൽ ബോൺ ആർട്ടിസ്റ്റാണ്. സംഭവം സ്ക്രിപ്റ്റ് പറഞ്ഞു ഒന്ന് കൊടുത്തു, സംഭവം കഴിഞ്ഞു, ഡയലോഗും പഠിച്ചു കഴിഞ്ഞാൽ ക്യാമറ ഓൺ ചെയ്യുന്നിടം വരെ ചിലപ്പോൾ സെൻറ്റി സീനായിരിക്കും എടുക്കുന്നത്. അതിന് തൊട്ട് മുമ്പ് എന്തെങ്കിലും തമാശ കൊണ്ടായിരിക്കും ഇതിന് മുമ്പിലോട്ട് ചാടുന്നത്. അതല്ലെങ്കിൽ സെൻറ്റി സീൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത സമയത്ത് എന്തോടെ പോയി എന്ന് പറഞ്ഞിട്ട് തമാശ പറഞ്ഞ് പോകാൻ പറ്റും. ഇതിൻ്റെ ഹാങ് ഓവർ തലയ്ക്ക് പിടിക്കത്തില്ല. പുള്ളി പെട്ടെന്ന് പോകുന്ന ഒരാളാണ്. 5 തവണ ദേശീയ പിന്നെ പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. 2001 രാജ്യം മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ UPA സർക്കാരുള്ള കാലത്ത് പത്മശ്രീ കൊടുത്ത് ആദരിച്ചിട്ടുണ്ട്. 2019 പത്മഭൂഷൺ നൽകിയിട്ടുണ്ട്. പത്മഭൂഷൺ അത് മോദി സർക്കാർ അധികാരത്തിലേറിയതിന് ശേഷമാണോ അതിന് മുമ്പാണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ആ മോദി സർക്കാരിൻ്റെ സമയത്ത്, അപ്പോൾ കോൺഗ്രസ് സർക്കാരിൻ്റെ കാലത്തും BJP സർക്കാരിൻ്റെ കാലത്തും കിട്ടിയിട്ടുണ്ട്. പിന്നെ അപ്പോൾ ഈ അവാർഡിൻ്റെ ഒരു സ്വഭാവത്തെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. ഈ അവാർഡ് കൊടുക്കുമ്പോൾ ഇപ്പം നിലവിലുള്ളതെന്ന് വെച്ചാൽ മോഹൻലാലിനെ അതിനിടയ്ക്ക് സംഘിയായി ചാപ്പ കുത്താനുള്ള ശ്രമം നടത്തിയായിരുന്നു. പക്ഷെ അത് മോഹൻലാൽ പൊളിച്ചെടുക്കിയിട്ടുണ്ട്. മോഹൻലാൽ പിന്നെ പിണറായി വിജയനുമായിട്ടൊക്കെയുള്ള വ്യക്തിപരമായ ബന്ധങ്ങൾ, കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ പിന്നെ ചില വർഗീയവാദികൾ ആവശ്യമില്ലാത്ത വിവാദം ഉണ്ടാക്കി. മമ്മൂട്ടി രോഗാതുരനായ സമയത്ത് മോഹൻലാൽ മമ്മൂട്ടിക്ക് വേണ്ടി പ്രത്യേക വഴിപാട് ശബരിമല നടത്തി എന്ന് പറഞ്ഞിട്ട്. മമ്മൂട്ടി, മോഹൻലാൽ എന്നൊക്കെ പറയുന്നത് ഇവിടെ ഒരു ജാതിയുടെയുമല്ല, ഒരു മതത്തിൻ്റെയുമല്ല, ഈ പൊതുവായിട്ട് മുഴുവൻ മനുഷ്യരുടെയും. അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. അത് ചട്ടമ്പി സ്വാമികളെ പോലെ, അയ്യങ്കാളിയെ പോലെ, ശ്രീനാരായണ ഗുരുവിനെ പോലെ, EMS പോലെ, EK നായനാരെ പോലെ, കരുണാകരനെ പോലെ, ഉമ്മൻചാണ്ടിയെ പോലെ ഒക്കെ നമ്മുടെ പൊതു സ്വത്താണ്. ഈ ഒരിടത്തേക്ക് മോഹൻലാലിൻ്റെ ഒക്കെ ഈ ജീവിതാനുഭവം മനോരമ വീക്കിലിക്കകത്ത് അടിച്ചു വന്നിരുന്നു. വളരെ മനോഹരമായിട്ട് ഇവരുടെ കോളേജ് കാലഘട്ടവും അതോടൊപ്പം തന്നെ സിനിമ തേടിയുള്ള അലച്ചിലുകളും ഇതിനെക്കുറിച്ചൊക്കെ. അത് മമ്മൂട്ടിക്കാണ് കൂടുതൽ പറയാനുണ്ടായിരുന്നത്. ലാലേട്ടൻ അത്രയും അലഞ്ഞിട്ടില്ല. അല്ല, ഇപ്പോഴത്തെ കാലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിവുള്ളവന് ഫേസ്ബുക്കിൽ 2 റീൽസ് ഇട്ട് കഴിഞ്ഞാൽ കാസ്റ്റിംഗ് അവർ വിളിക്കുന്നിടത്ത് പോലും പോകേണ്ട ആവശ്യമില്ല. ഒന്നിനും ഇങ്ങോട്ട് വിളി വരും റോൾ ഓഫർ ചെയ്തുകൊണ്ട്. ഒന്നും വേണ്ട, വെറുതെ സിനിമ തിയേറ്ററിൻ്റെ അവിടെ വായി നോക്കി നിന്നിട്ട് സിനിമ പൂർണ്ണമായിട്ട് കാണാതെ റിവ്യൂ നടത്തുന്നവർക്ക് വരെ സിനിമയിലോട്ട് റോൾ കൊടുക്കുക. അങ്ങനെ കൊടുക്കുന്ന സമയമുണ്ട്. അതുകൊണ്ടാണ് ഇപ്പം അഖിൽമാരാരെ വെച്ചിട്ട് സിനിമ എടുത്തിട്ട് പൊട്ടിപ്പൊളിഞ്ഞു പോയത്. ഇത് അഖിൽമാരാരെ ഒരു വലിയ വാല്യൂ ഉണ്ട്. അപ്പോൾ എല്ലാവരും വന്ന് കാണുമെന്ന് കരുതി ഇവൻ്റെ വലിയ ഫോട്ടോ ഒക്കെ കാണിച്ച്. കാരണം ലോകത്തുള്ള ആകാശത്തിനും ഭൂമിക്കും ഇങ്ങോട്ടുള്ള സകല കാര്യത്തെക്കുറിച്ചും സ്പേസിലുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ അഭിപ്രായം പറയുന്ന ഒരാളാണ്. അപ്പോൾ സിനിമ അങ്ങ് വിജയിക്കുമെന്ന് കരുതി അത് ആൾക്കാർ നേരം പോക്കിനിരുന്ന് കാണുന്നു എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് അതുകൊണ്ട് സിനിമ അങ്ങ് വിജയിക്കും എന്നുള്ള ധാരണയിൽ ഇതൊരു ക്രാഫ്റ്റാണ്. അതിനകത്തൊരു സാധനം വേണം. അതിനകത്ത് അഭിനേതാവ് ഒക്കെ ഇരിക്കണം. കാസ്റ്റിംഗ് പെർഫെക്റ്റ് ആയിരിക്കണം. അതിൻ്റെ ടെക്നിക്കൽ സൈഡ് പെർഫെക്റ്റ് ആയിരിക്കണം. അതിന് കഥയും തിരക്കഥയും ഒക്കെ ആയിരിക്കണം. ഇതൊക്കെ ആയിരിക്കണം.
ഇപ്പോൾ ലോക സിനിമ വിജയിച്ചു. ലോക സിനിമ വേറെ ഫാൻറ്റസിയുടെ ലോകത്തേക്ക് നമ്മളിപ്പോൾ ജുറാസിക് പാർക്കോ അല്ലെങ്കിൽ ഇതൊക്കെ എടുക്കുന്ന പോലെ ടൈറ്റാനിക്കിൻ്റെ ലെവൽ പോലും ഇല്ല. അത് വേറെ ലോകത്തേക്ക് കൊണ്ടുപോവുക, ഒരു അമാനുഷിക കഥാപാത്രത്തെ സൃഷ്ടിക്കുക. കല്യാണി പ്രിയദർശൻ നന്നായിട്ട് പക്വമായിട്ട് വേഷം കൈകാര്യം ചെയ്തു എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ സലീം കുമാറിൻ്റെ മോനുണ്ട്, പിന്നെ മറ്റേ നസ്രീൻ എന്ന് പറഞ്ഞ പയ്യനുണ്ട്. നസ്രീൻ പയ്യനെ അവന് പിന്നെ പ്രത്യേകിച്ച് അഭിനയിക്കേണ്ട വകുപ്പൊന്നും ഇല്ലായിരുന്നു. അവൻ്റെ സ്വതസിദ്ധമായ ഭാവം മാത്രം മതി. നാളെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഒരു സിനിമയ്ക്കകത്ത് അഭിനയിക്കാൻ വിളിക്കുകയാണ്. സിനിമയ്ക്കകത്ത് അഭിനയിക്കാൻ വിളിച്ചിട്ട് ഒരു കോടി കഥാപാത്രമാണെന്നുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന് പ്രത്യേകിച്ച് അഭിനയിക്കേണ്ട ആവശ്യമില്ല, റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല, വളരെ ഈസി ആയിട്ട് നാച്ചുറലായിട്ട് മതി. അപ്പം റിസ്ക് ഇല്ല. അപ്പം എന്ന് പറയുന്ന പോലെയാണ്. അപ്പോൾ പക്ഷേ കല്യാണി പ്രിയദർശൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്ന് ഇതിന് പിന്നിൽ പൊളിറ്റിക്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. മോഹൻലാലിനെ ആ രീതിയിൽ അറ്റാക്ക് ചെയ്യാനുള്ള ശ്രമം ഒരു ദിവസം നടക്കുകയും പിന്നെ പൃഥ്വിരാജിൻ്റെ മറ്റേ സിനിമ വന്നപ്പോൾ ഉണ്ടായിട്ടുള്ള വിവാദങ്ങൾ ഇതിൻ്റെ എല്ലാം മൊനയൊടുക്കുകയും ഒക്കെ കൂടെ ചെയ്യുക എന്ന് പറയുന്ന സാധനം ഒരു രാഷ്ട്രീയ ലക്ഷ്യം ഇതിൻ്റെ പിന്നിലുണ്ടോ എന്ന സംശയം എനിക്ക് നിലനിൽക്കെ തന്നെ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് മോഹൻലാലിന് കിട്ടിയതാണ്. മോഹൻലാലിന് കിട്ടിയപ്പോൾ മോഹൻലാൽ പറഞ്ഞത് എൻ്റെ 48 വർഷത്തെ ചലച്ചിത്ര ജീവിതത്തിനകത്തെ കിട്ടിയ ഏറ്റവും വലിയ ഈ അംഗീകാരം എൻ്റെ കൂടെ പ്രവർത്തിച്ചവർ, എന്നെ വളർത്തിക്കൊണ്ടുവന്നവർ, എന്നെ സ്നേഹിച്ചവർ, എന്നെ ഈ നിലയിൽ എത്തിച്ചവർ, ഇത് മലയാള സിനിമയ്ക്ക് കിട്ടിയ അംഗീകാരമായിട്ട് ഞാൻ കാണുന്നു എന്ന് പറഞ്ഞാൽ ആ വിശാല മനസ്ഥിതിയെ അംഗീകരിക്കുകയും കൂടെ ചെയ്തുകൊണ്ട് തൽക്കാലം നമുക്ക് അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു.